ദയവ് ചെയ്ത് ആരും സ്ക്രോൾ ചെയ്ത് ഒരു 3 മിനിറ്റ്, കാരണം അത് ഒരിക്കലും ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോയേ അല്ല. നമ്മളെല്ലാവരും ഇന്ന് നമ്മുടെ ന്യൂസ് ചാനൽ പറഞ്ഞാൽ ആദ്യം കാണുന്ന ന്യൂസ് എന്താ? ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഇഷ്യൂസാണ്. നമ്മൾ ആ ന്യൂസ് കാണുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലോട്ട് വരുന്ന കുറേ വിഷ്വൽസ് ഉണ്ട്. ഒരു ലേഡി ചിതാഭസ്മം പിടിച്ച് നിൽക്കുന്നത്, വെഡ്ഡിങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ ഓൺലൈനിൽ ഇരുന്ന് വെഡ്ഡിങ്ങിൽ പങ്കെടുക്കുന്ന നവദമ്പതിമാർ, അതുപോലെ തന്നെ തങ്ങളുടെ കുറേ കാലത്തെ എഫേർട്ട് കൊണ്ടായിരിക്കും ഓരോ കായിക താരങ്ങളും ആ ലെവലിലെത്തുന്നത്. അങ്ങനെ അവരുടെ ഇവൻറ്റ്സിൽ പങ്കെടുക്കാൻ കഴിയാതെ സ്റ്റക്കായി നിൽക്കുന്ന കുറേ കായിക താരങ്ങൾ, ഇതുപോലെ ജോലിക്കും അതുപോലെ ബിസിനസ് മീറ്റിങ്ങിനും വേണ്ടി പോകാൻ നിൽക്കുന്ന പലരും തങ്ങളുടെ പാതി വഴി സ്റ്റക്കായി നിൽക്കുകയാണ്. ഒന്ന് ആലോചിക്കുക, എന്തൊരു ദുരന്ത അവസ്ഥയിലായിരിക്കും അവർ നിൽക്കുന്നുണ്ടാവുക. അവരുടെ ആ മാനസികാവസ്ഥ ചിന്തിച്ചു നോക്കും. പലപ്പോഴും നമ്മളിൽ പലരുടെയും ഒരു പ്രശ്നമാണെന്ന് നിർബന്ധമില്ല. കാരണം എന്താ, നമ്മൾ പലരും ഇന്ന് എയർലൈൻസ് യൂസ് ചെയ്യാത്തവരായിരിക്കും. പക്ഷെ അതല്ല ഇതിൻ്റെ പ്രശ്നം. ഒരു സ്വകാര്യ കമ്പനിക്ക് ജനങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് കാണിച്ചു തരുന്നതായിരുന്നു ഇന്നത്തെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആ സംഭവം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നാളെ ഈ ജിയോ, എയർടെൽ പോലുള്ള ഈ ടെലികോം സെക്ടറിലെ കമ്പനികൾ പെട്ടെന്ന് പറയുകയാണ്, ഞങ്ങൾ ഇനി അൺലിമിറ്റഡ് പ്ലാന് ഇന്ത്യയിൽ കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്കിനി പഴയ കാലത്തെ പോലെ ചിന്തിക്കാൻ കഴിയുമോ? ഇല്ല. അതാണ്, ഒരു സ്വകാര്യ കമ്പനിക്ക് അത്രമാത്രം കൺട്രോൾ ഇന്ന് ജനജീവിതത്തിൽ വന്നിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പം നടന്ന ഈ സംഭവം എന്തുകൊണ്ട് ദുബായ് പോലുള്ള മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്നില്ല? എന്തുകൊണ്ട് ഇന്ത്യയിൽ? കാരണം നിങ്ങളൊന്ന് ആലോചിച്ചു, ദുബായിലാണ് ഇത്രയും കാര്യം നടന്നെങ്കിൽ, ഞാൻ ജസ്റ്റ് റിസർച്ച് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഭയങ്കരമായ ഭീമമായ തുക ആ കമ്പനി ആ ഓരോ പൗരനും നഷ്ടപരിഹാരം കൊടുക്കേണ്ടിരുന്നതാണ്. പക്ഷേ ഇന്ത്യയിൽ എന്താ അവർ കൊടുത്തത്? ഒരു ഹോട്ടൽ റൂമും പിന്നെ അവരുടെ ടിക്കറ്റ് പൈസ റിട്ടേൺ, ഇതല്ലാതെ അവർക്കൊന്നും കൊടുക്കേണ്ടിയില്ല. ഇതൊക്കെ അവിടെ തീരും. ഒരിക്കലും ഒരു രാഷ്ട്രീയപരമായി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ അല്ല. പക്ഷേ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ ഒരിക്കലും രാഷ്ട്രീയത്തിനോട് ഇത്ര താല്പര്യം കാണിക്കാത്തതിന് കാരണം, ഞാൻ ബുക്കുകളിലോ മറ്റോ കണ്ട ഒരു നേതാവിന്, ഒരു രാഷ്ട്രീയ പാർട്ടി എനിക്ക് എൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞില്ല. എല്ലാവരും സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയത്തിലോട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കെന്തോ രാഷ്ട്രീയം സംസാരിക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലൂടെ ഇടപെടാനോ അതിനോട് അത്തരമായുള്ളൊരു താല്പര്യം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇതൊരു രാഷ്ട്രീയപരമായ സംസാരം കാണുകയും ചെയ്യരുത്. നമ്മൾ സത്യത്തിൽ ജനാധിപത്യ രാഷ്ട്രം ഇന്ത്യയിൽ തന്നെയാണോ? കാരണം ജനാധിപത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അവിടെ ആധിപത്യമാണ് വേണ്ടത്. ഇവിടെ ജനങ്ങളുടെ മുകളിലാണ് ആധിപത്യം. നിങ്ങളൊന്ന് ആലോചിക്കുക, എന്തൊരു അവസ്ഥയാണല്ലേ. അപ്പം ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനിയും കണ്ണടച്ചിരുട്ടായിക്കൊണ്ടിരുന്ന എന്തായിരിക്കും നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ? അറ്റ്ലീസ്റ്റ് നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല, പക്ഷെ നമ്മുടെ ആളുകളോടെങ്കിലും, നമുക്ക് അറിയുന്ന ആൾക്കാരോടെങ്കിലും ഇതിനെ പറ്റി സംസാരിക്കണം. ഇതൊരു ഇഷ്യൂ ആണ്, നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ ഇത് വളരെയധികം നമ്മുടെ ഭാവി കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള പോസ്റ്റുകൾക്ക് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളിതിൻ്റെ ഒരു ഭാഗമാവുക.